നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, വേദനകളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ അതിന് എന്ന് ഒരു പരിഹാരമുണ്ടാകും, ഈ കഷ്ടതയ്ക്കും വേദനകൾക്കും നടുവിൽ എന്ന് ഒരു തീർപ്പ് കൽപ്പിക്കുമെന്ന ചിന്തയിൽ നാം യാത്ര ചെയ്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് അടുത്തു വന്ന് നമ്മുടെ കഷ്ടതയുടെ നടുവിൽ വളരെ വേദനയോടെ, ഭാരത്തോടെ നാം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ നടുവിൽ നമുക്ക് മറുപടി താമസിക്കുമ്പോൾ അത് പിന്നെയും നമ്മളെ ഏറെ വേദനയിലേക്കും ഏറെ ഭാരത്തിലേക്കും നമ്മെ നയിക്കുകയാണ്. എന്നാൽ നമ്മുടെ കഷ്ടതയുടെയൊക്കെ മൂർധന്യാവസ്ഥ തരണം ചെയ്ത് നാം മുന്നോട്ട് പോകുമ്പോൾ ആ വിഷയങ്ങൾക്കൊക്കെ ദൈവം നമുക്ക് മറുപടി നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമാധാനവും, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന പ്രതീക്ഷയും, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ആനന്ദം എത്ര വലുതാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ 6-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പാടുന്നു: യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. അനേക കഷ്ടതയുടെ നടുവിലൂടെ പങ്കെടുത്ത് യാത്ര ചെയ്ത് വരുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളുമായി ദൈവസന്നിധിയോടടുത്തു വന്ന് താൻ അഭയാചന ചെയ്യുകയാണ്. എന്ന് മറുപടി ലഭിക്കുമെന്നൊരാശ്വാസം ലഭിക്കുമെന്ന ഭാരത്തോടെ ദിവസങ്ങളും നിമിഷങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും തള്ളി നീക്കുമ്പോൾ അവസാനം താൻ ഇങ്ങനെ പറയുകയാണ്: യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. നമ്മുടെ ഏറെ വേദനകൾ കടിച്ചമർത്തിയ ദിനരാത്രങ്ങൾ, ഉറങ്ങാത്ത രാത്രികൾ, തള്ളി നീക്കിയ അനേക മണിക്കൂറുകൾ, കണ്ണുനീരൊഴുക്കിയ അനേക നിമിഷങ്ങൾ, വാവിട്ട് നിലവിളിച്ച, ആരും കാണാനില്ല, ആരും അറിയാനില്ല, ആരോടും പറയുവാൻ കഴിയാത്ത ഏറെ വേദനകളുമായി നാം യാത്ര ചെയ്ത അനവധി നിമിഷങ്ങൾ നമ്മുടെ ജീവിത പടകിലുണ്ടായിട്ടുണ്ട്. പടക മുങ്ങുമാറാകുമോ എന്ന് തോന്നത്തക്ക നിലയിൽ പല വിധത്തിൽ നമ്മൾ മുങ്ങിപ്പോകുമോ, താഴ്ന്നു പോകുമോ, ഇനിയും കരകയറുവാൻ കഴിയത്തില്ല, ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല വിധത്തിൽ അനേക നിമിഷങ്ങളിൽ നാം അതേ കരഞ്ഞ, നിലവിളിച്ച, വേദനിച്ചതായ അനേക മണിക്കൂറുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേട്ടിരിക്കുന്നു എന്ന് ഭക്തൻ പറയുമ്പോൾ, ഇതിൻ്റെ എല്ലാം നടുവിൽ അതിന് പരിഹാരകനായി കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് മറുപടി നൽകുമ്പോൾ നമ്മുടെ ആ സന്തോഷം എത്ര വലുതാണ്. അവിടെ സന്തോഷം കൊണ്ട് അവസാനിക്കുക മാത്രമല്ല, നാം അപേക്ഷിച്ചാൽ കേൾക്കുന്നൊരു ദൈവം, നാം പറഞ്ഞാൽ കേൾക്കുന്നൊരു ദൈവം, ആകാശം ചായ്ച്ചിറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവമുണ്ട് എന്ന ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത്: യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. ഒരിക്കലും എൻ്റെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയത്തില്ല. എൻ്റെ കണ്ണുനീര് ഒരിക്കലും അത് തള്ളിക്കളയത്തില്ല. ഒരിക്കൽ ഭക്തൻ പാടിയതുപോലെ, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അപ്പോൾ ഒരിക്കലും നമ്മുടെ കണ്ണുനീര് ദൈവം തള്ളിക്കളയുന്നവനല്ല. പലപ്പോഴും നമ്മുടെ കണ്ണുനീര്, നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ ഒഴുക്കുന്ന കണ്ണുനീര്,
അത് നമുക്ക് പിന്നത്തേതിൽ വളരെ വേദനയായി, വളരെ ഭാരമായി, പരിഹാസമായി, നിന്ദയായി പര്യവസാനിക്കുമ്പോൾ ഇവിടെ ഭക്തൻ പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനയും ദൈവം കൈക്കൊള്ളുന്നവനാണ്. ഈ ദിവസങ്ങൾ നമ്മൾ അതേ അനുഭവിച്ചു പോകുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറെ വേദനയുടെ നടുവിൽ ദൈവാശ്രയമുള്ളവരായി ദൈവത്തോട് അടുത്തു നിന്നുകൊണ്ട് നമ്മുടെ അപേക്ഷകളും സങ്കടങ്ങളും ദൈവസന്നിധിയിൽ അർപ്പിക്കാം. ദൈവം നമ്മെ അധികമായി സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.